ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം യുവർ നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൊജക്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? രണ്ട് NLPയുടെ പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ലോൺ അപ്രൂവൽ പ്രഡിക്ഷൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഷീൻ ലേണിംഗ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡൗട്ട്. അപ്പോൾ അത് കോമൺലി എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ കൂടി നമുക്ക് ഈ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ ആഡ് ചെയ്യാം എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക വാച്ച് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡിൻ പേജിൽ, ഇതാണ് എൻ്റെ ലിങ്ക്ഡിൻ പേജ്, ഇവിടെ ഉണ്ടാവും കേട്ടോ, ഈ ലിങ്ക് ട്രീയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ താഴോട്ട് വരാണെങ്കിൽ നിങ്ങൾക്കിത് EDA ഓർ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ കാണാൻ പറ്റും. ഇത് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ EDAയുടെയും പ്രീ പ്രോസസ്സിങ്ങിൻ്റെയും ഡിഫറൻസ് ആണ് ഇതിൽ പറഞ്ഞു നോക്കുന്നത്. വാട്ട് ഈസ് EDA ആൻഡ് വാട്ട് ഈസ് പ്രീ പ്രോസസ്സിങ്, രണ്ടും സെയിം ആണോ, രണ്ടും ഡിഫറെൻ്റ് ആണോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൽ വന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. നമ്മൾ മെഷീൻ ലേണിങ്ങിലൊക്കെ ഈ പ്രീ പ്രോസസ്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് EDAയുടെ വേറെ പേരാണ് പ്രീ പ്രോസസ്സിംഗ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അല്ല, രണ്ടും രണ്ട് ടേം ആണ്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡാറ്റ സയൻസിൽ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു രണ്ട് സ്റ്റെപ്പുകളാണ് ഇത്. രണ്ട് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ആണ് എന്ത്, EDA ആൻഡ് പ്രീ പ്രോസസ്സിംഗ്. EDA എന്ന് വെച്ചാൽ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് EDA എന്താണെന്ന് നോക്കാം. EDA എന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റാ സെറ്റിനെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. എന്നുവെച്ചാൽ അതിൽ ഒളിച്ചു കിടക്കുന്ന പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ അതിലത്തെ അനോമലീസ് എന്താണ്, ഓക്കെ, അതിൽ നിന്ന് എന്ത് അസംഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യലായിരിക്കും എന്ത് EDAയിൽ വരുന്നുണ്ടായിരിക്കാം. ഈ വിഷ്വലൈസേഷൻ, പ്ലോട്ടിംഗ് ഒക്കെ EDAയിലായിരിക്കും വരുന്നുണ്ടാവാം. അതേപോലെ കോറിലേഷൻ അനാലിസിസ്, അതൊക്കെ ഇതിലായിരിക്കും EDAയിലാവും ഉണ്ടാവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു മൂവിയുടെ ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഏത് ആക്ടർ അഭിനയിച്ച മൂവിക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗും കിട്ടിയേക്കുന്നത്, അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ 2024 ഏത് ടൈപ്പ് മൂവിക്കാണ് അവാർഡ് കിട്ടിയേക്കുന്നത്, അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ പല രീതിയിലും അതിലത്തെ ഓരോ ഹിഡൻ പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു ഡാറ്റ സെറ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏത് സബ്ജക്റ്റിനാണ് കുട്ടികൾക്ക് കുറവ് മാർക്ക് കിട്ടിയേക്കുന്നത്, അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ ഓരോരോ പാറ്റേൺസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താക്കാം, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാം. അപ്പം മാത്സിലാണ് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇനി അടുത്ത തവണ വരുമ്പോൾ മാത്സിൽ ഇന്ന ചേഞ്ചസുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം, എന്തെങ്കിലും വരുത്താം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ ആ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് എന്താക്കാം, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഡാറ്റയുടെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിൽ എന്ത് ഇഷ്യൂ ആണുള്ളത്, അല്ലെങ്കിൽ എന്ത് അറ്റൻഷൻ ആണ് ഞാൻ കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതിൽ നമുക്ക് ചെയ്യാം, EDA ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അതാണ് എന്ത് EDA, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. ഡാറ്റയെ അനലൈസ് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നു, അതാണ് EDAയിൽ വരുന്നുണ്ടാവുക. അപ്പം ഇനി പ്രീ പ്രോസസ്സിങ് എന്താണ്? ഓക്കെ, പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡാറ്റ അനാലിസിസിന് വേണ്ടി അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണു. ഡാറ്റനെ ക്ലീൻ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്, പ്രീ പ്രോസസ്സിങ്ങിലാണ്. എന്നുവെച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് വാല്യൂ ഉണ്ട്, ആ ഒരു മിസ്സിംഗ് വാല്യൂനെ ഹാൻഡിൽ ചെയ്യുക, എൻകോഡിങ് ചെയ്യുക, സ്കെയിലിങ് ചെയ്യുക, ഔട്ട്ലയറിനെ ഡിറ്റക്ട് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുക. അതേപോലെ ഡാറ്റേനെ നമുക്ക് ടെസ്റ്റ് ഡാറ്റയും ട്രെയിൻ ഡാറ്റയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അതൊക്കെ വരുന്നത് ഏതിലാണ്, പ്രീ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡാറ്റയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഷേപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിലത്തെ പാറ്റേൺ കണ്ടുപിടിക്കുക, അതൊക്കെ ഇതിൽ വരാം, അതൊക്കെ EDAയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പം ഈ പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മിസ്സിംഗ് വാല്യൂ ഹാൻഡിൽ ചെയ്യുക,
എൻകോഡിങ് ചെയ്യുക, സ്കെയിലിംഗ്, നോർമലൈസേഷൻ, ഔട്ട്ലൈ ഡിറ്റക്ഷൻ, ഡാറ്റ സ്പ്ലിറ്റിംഗ്, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ടായിരിക്കുക പ്രീ പ്രോസസ്സിങ്ങിൽ വരുന്ന ടെക്നിക്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രീ പ്രോസസ്സിങ്ങും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡാറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് ഇനി പ്രോസസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡാറ്റേനെ നമ്മൾ പ്രിപ്പയർ ചെയ്യലാണ് ഇതിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രീ പ്രോസസ്സിങ് എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? EDA എന്ന് വെച്ചാൽ എന്താണ്? ഡാറ്റേനെ എക്സ്പ്ലോർ ചെയ്യുക, ഡാറ്റേനെ മനസ്സിലാക്കിയെടുക്കുക, അതാണ് EDA. പ്രീ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഡാറ്റേനെ അനാലിസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡലിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഈ EDയും പ്രീ പ്രോസസ്സിംഗ് തമ്മിൽ കണക്ഷൻ എന്താ വരുന്നുണ്ടായിരിക്കുക? EDA ചെയ്തിട്ടാണ് നമുക്ക് എന്തൊക്കെ പ്രീ പ്രോസസ്സിങ് നമുക്ക് ഇതിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EDA ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഏതോ ഒരു ഫീച്ചർ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു ഔട്ട്ലയർ വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രീ പ്രോസസ്സിങ്ങിൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ പ്രീ പ്രോസസ്സിങ് ചെയ്താൽ നമുക്ക് ബെറ്റർ EDA നമുക്ക് ചെയ്യാനായിട്ടും പറ്റും. നമ്മളുടെ ഡാറ്റ ക്ലീൻ ആണ്, ഔട്ട്ലയർ ഒന്നുമില്ല, മിസ്സിംഗ് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് EDA ചെയ്യാൻ പറ്റും. ബോത്ത് ആർ ഡിപ്പെൻഡ് ഈച്ച് അതർ. ഓക്കെ, ബോത്ത് ആർ ഇന്റർ റിലേറ്റഡ് ഈച്ച് അതർ. ക്ലിയർ അല്ലേ? അപ്പോൾ EDA എന്ന് പറഞ്ഞതും പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഇതിൽ കൊടുത്തു നോക്കുന്ന പോലെ ഒരു കോയിൻ്റെ രണ്ട് സൈഡാണ്. ഒരു കോയിൻ്റെ ഹെഡ് ആൻഡ് ടെയിൽസ് എന്ന് പറയുന്ന പോലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡുകളാണ് EDA ആൻഡ് പ്രീ പ്രോസസ്സിംഗ്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിൽ അല്ലെങ്കിൽ ഡാറ്റ സയൻസിൽ വരുമ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ EDA എന്ന് പറഞ്ഞിട്ട് EDA സ്റ്റെപ്പുകൾ ചെയ്യുക, പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് ചെയ്യുക. ഓക്കെ. ഞാൻ കൊടുത്തപ്പോൾ EDA എന്ന് മാത്രമായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത് നിങ്ങൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ആർട്ടിക്കിൾ ഗോ ത്രൂ ചെയ്യുക. പിന്നെ തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് വാട്സപ്പല്ല ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഇവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലും കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് മെസ്സേജ് അയച്ചിടാം. ഹായ് ബായ് എന്ന് മാത്രം അയച്ചിടരുത്. ഇതാണ് കാര്യം. ഹായ് നിമിഷ, എനിക്ക് ഇന്നൊരു ഡൗട്ട് ഉണ്ട്, ഇതാണ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചിടാം. എന്നാലും ഞാൻ റിപ്ലൈ തരത്തുള്ളൂ കേട്ടോ. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.